ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 6 വെറൈറ്റിയുടെ ഒരു 5 വെറൈറ്റിയുടെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ താമരപ്പൂക്കൾ വീട്ടിൽ വിരിയണം, അതുപോലെ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാം നല്ല റേറ്റ് കുറവിൽ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ DTDC വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം DTDC വഴിയായിരിക്കും കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്തിട്ട് ഊബർ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അയക്കുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, അഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ അഡ്രസ്സ് മാത്രം ഇട്ട് തന്നിട്ട് എൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ചോദിച്ചു കൊറിയർ ചെയ്തോ എന്ന് ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതാണോ ഈ വീഡിയോ കണ്ടിട്ട് ഏത് ലോട്ടസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വന്നിട്ട് പറയാം. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പർ തരും, അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക, അഡ്രസ്സ് ഇട്ട് തരിക. എന്നാലാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ 30 രൂപ തുടങ്ങിയിട്ട് നമ്മൾ ട്യൂബേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 30 രൂപയ്ക്കൊന്നും വന്നിട്ട് ചോദിക്കരുത്. മിനിമം നമുക്കൊരു 150 രൂപയ്ക്കെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഏകദേശം 2K ആവാറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 8 സബ്സ്ക്രൈബേഴ്സാണ് വേണ്ടുള്ളൂ 2K ആവാറായിട്ട്. അപ്പോൾ കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് 2Kൻ്റെ ഗീവ് അവേ വരുന്നുണ്ട് കേട്ടോ. അതപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോഴേക്ക് എനിക്ക് ഒന്ന് 2K ആവുന്നുള്ളത്. അപ്പം 2K ആവുമ്പോൾ നമ്മൾ 3 പേർക്കാണ് നമ്മൾ ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം അതൊക്കെയാണ് നമ്മളെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ കാണുന്നത് എൻ്റെ ഗാർഡനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-50 വെറൈറ്റീസ് ഉണ്ടാവും എൻ്റെ കയ്യിൽ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി വെറൈറ്റീസ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട്, എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നല്ല ലോട്ടസിൽ. എനിക്കാവുന്നു ഞാൻ ലോട്ടസിലേക്ക് വന്നിട്ട്, അതായത് ലോട്ടസ് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടല്ല, ലോട്ടസ് നട്ടിട്ട് 1 വർഷം ആയി, 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ കേട്ടോ ഞാൻ ലോട്ടസിലേക്ക് വന്നിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ലോട്ടസിനെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ കൃഷ്ണ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു, അതായത് ഇത് നിങ്ങൾ എന്തിനാണ് ID മാറ്റി സെയിൽ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരടുത്ത് ചോദിച്ചു, ഞാൻ എന്ത് ആണ് ID മാറ്റി സെയിൽ ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞാൻ കൃഷ്ണയല്ല ഇതിൽ കാണിച്ചിരുന്ന ഫ്ലവർ, കൃഷ്ണയുടെ ഫ്ലവർ ഇങ്ങനെയല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആക്ച്വലി ചെയ്ത കാര്യം എന്താ വെച്ചാൽ, ഞാനിത് വാങ്ങിച്ചത്, അത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നതായിരുന്നു. ഫ്ലവർ ഫോട്ടോയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീട്ടിലുണ്ടായ ട്യൂബർ തന്നെയാണ് നിങ്ങൾക്കും ഞാൻ ആ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാനിത് വാങ്ങിയിട്ടുള്ള ആളടുത്ത് അപ്പം തന്നെ ചോദിച്ചു, ഇത് കൃഷ്ണ തന്നെയാണല്ലോ, ID കൺഫേം അല്ലേ? ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വിട്ടപ്പോഴത്തേക്കും അവർ കൃഷ്ണ അല്ല എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് കൃഷ്ണ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം തന്നെ ഞാൻ വേറെ 2 പേരടുത്തും ചോദിച്ചപ്പോൾ അവർ കൃഷ്ണ തന്നെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇത് കൃഷ്ണ തന്നെയാണ്, നിങ്ങൾ എന്തിനാണ് അറിയാണ്ട് ഇങ്ങനെ വന്ന് പറയുന്നത്? നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവരും വിചാരിക്കും ഞാൻ പറ്റിക്കുന്നതാണെന്ന് വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഹൈബ്രിഡ് ചെയ്ത ഇതാണ് കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കൺഫ്യൂഷനായി, കൃഷ്ണ അല്ലേന്ന് വെച്ചിട്ട് വീണ്ടും ഇത് ഒത്തിരി പേരടുത്ത് ചോദിച്ചു. ഒരു 5 പേരോട് ഞാൻ ചോദിച്ചപ്പോഴും 5 പേരും ഇത് കൃഷ്ണ തന്നെയാണെന്നാണ് പറഞ്ഞത്. അതായത് അവർക്ക് അത് കൃഷ്ണ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള 5 പേരടുത്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് കൃഷ്ണ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരാളെങ്ങാണ്ട് പറഞ്ഞു കൃഷ്ണ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതൊക്കെ കണ്ടിട്ട് ശേഷമാണ് കേട്ടോ ഇവർ പറഞ്ഞത് കൃഷ്ണ അല്ല എന്നുള്ളത്. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത്ര കറക്റ്റ് അറിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം എനിക്ക് പിന്നെയും കൺഫ്യൂഷൻ തന്നെയാണ്, ഇപ്പോഴും കൺഫ്യൂഷൻ തന്നെയാണ്, അത് കൃഷ്ണയാണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കും, അതായത് എനിക്ക് തന്ന അവർക്കും സംശയമില്ല, ഞാൻ ചോദിച്ച അവർക്കും സംശയമില്ല അത് കൃഷ്ണയാണോ എന്നുള്ളത്. അവരൊക്കെ പറഞ്ഞു കൃഷ്ണ തന്നെയാണെന്നാണ്. ഞാനപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ അവരെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം അവരെ യൂട്യൂബ് ചാനലിനെ ബാധിക്കേണ്ട, നമ്മൾ കാരണം എന്തിനാണ് അവരെ യൂട്യൂബ് ചാനലിനെ ബാധിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കങ്ങനെ ID മാറ്റിയിട്ട് നിങ്ങളെ പറ്റിച്ച് എനിക്ക് സെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ റീസെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം റീസെയിൽ ചെയ്യുന്ന സമയത്ത് അവരെനിക്ക് ട്യൂബർ തരുന്നുണ്ട്. അപ്പം അവർ പറയുന്ന ID തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉള്ളൂ. അല്ലാതെ എൻ്റെ വീട്ടിൽ വിരിഞ്ഞിട്ട്
എൻ്റെ വീട്ടിൽ വിരിഞ്ഞ ഫ്ലവറാണത്. അപ്പം എനിക്ക് നിങ്ങളെ മനഃപൂർവ്വം പറ്റിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പം ID കൺഫേം അല്ലെങ്കിൽ എനിക്ക് ID അറിയാത്ത ട്യൂബറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോരം ട്യൂബേഴ്സ്, നമുക്കെല്ലാം ട്യൂബേഴ്സും സെയിലായി പോകാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ് സെയിലാക്കിയാൽ മതി. പക്ഷേ ഇത് ഞാൻ ID കൃഷ്ണ എന്നും പറഞ്ഞ് വാങ്ങി അദ്ദേഹം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കൃഷ്ണ എന്നും പറഞ്ഞിട്ട് നമ്മളൊരു ലോട്ടസ് വാങ്ങുക, അപ്പം അതുപോലെ തന്നെ ഫ്ലവർ വിരിയുക. അപ്പം നമ്മൾ വിചാരിക്കും കൃഷ്ണ തന്നെയാണ്. കാരണം എനിക്ക് കൃഷ്ണ മുന്നേ ഫോട്ടോയിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൃഷ്ണ തന്നെയാണെന്ന്. എനിക്ക് ഇപ്പോഴും കൃഷ്ണ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും അത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കൺഫ്യൂഷൻ വെച്ചിട്ട് അത് സെയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കൃഷ്ണ തന്നെയാണെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിയ ആളടുത്ത് കൃഷ്ണ പോലെ വേറെ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള ലോട്ടസ് ഉണ്ടാവണം. അതുമില്ല, അവരടുത്ത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉള്ളൂ. അപ്പം എനിക്കിത് കൃഷ്ണ തന്നെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെ മനഃപൂർവ്വം കൃഷ്ണ ലോട്ടസ് അല്ലെങ്കിൽ ഏതെങ്കിലും ID മാറ്റി നിങ്ങളെ എനിക്ക് പറ്റിക്കേണ്ട കാര്യമില്ല. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്താൽ എല്ലാവരും വിചാരിക്കും എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്ത് കാരണമാണ് ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ആക്കിയെന്ന് വിചാരിക്കും. അതുകൊണ്ട് കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത്രയ്ക്കേ ഇതിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി ഏതൊക്കെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്കമേലിയ ആണ് കേട്ടോ. അമേരിക്കമേലിയ ഒരു ബ്ലൂമിംഗ് മിക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഒരേ സമയത്ത് ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്കമേലിയ. അപ്പോൾ അമേരിക്കമേലിയയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 180. പിന്നെ ഇത് കണ്ടില്ല, രണ്ട് പാത്രത്തിലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതും 180 ആണ്. ഇതൊക്കെ നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ. കണ്ടില്ല, വലിയ ഒത്തിരി ഗ്രോ ടിപ്സ് ഉള്ള ട്യൂബർ ഉണ്ട് കേട്ടോ. അതും 180 ആണ് കേട്ടോ. അപ്പോൾ അമേരിക്കമേലിയ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി വരുന്നത് അമേരിപ്പിയോണിയാണ് കേട്ടോ. അമേരിപ്പിയോണിയും ഈ പറയുന്ന പോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അമേരിപ്പിയോണിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 തുടങ്ങിയിട്ടാണ് കേട്ടോ. അല്ല 50 തുടങ്ങിയിട്ടാണ് കേട്ടോ. ഈ ഒരു സൈസ് ട്യൂബറാകുമ്പോൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇതാകുമ്പോൾ 100, ഈ ട്യൂബറിന് 80 രൂപ കേട്ടോ. അപ്പോൾ 3 ട്യൂബറേ ഉള്ളൂ. അമേരിപ്പിയോണിയാണ്. ഒത്തിരി ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അമേരിപ്പിയോണി. സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് ഇതെല്ലാം യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ. അപ്പം ഇതിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് യെല്ലോ പിയോണി വരുന്നത് 30 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 30 രൂപയുടെ ട്യൂബർ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ. ഇതിലൊരു 2-3 ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ 50, 80 അങ്ങനെ 30ൻ്റെ ഉണ്ട്. ഇതാണ് 30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ട്യൂബർ കേട്ടോ. ഇതിലിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 ഗ്രോ ടിപ്സ് ഉണ്ട്. അപ്പോൾ 30, 50, 80ൻ്റെ 100ൻ്റെ ആ ഒരു റേറ്റിലൊക്കെ വാങ്ങുന്നവർ നിങ്ങൾ റിസ്ക് തന്നെ വാങ്ങുക. കാരണം അത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക കേട്ടോ. അപ്പം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ. പിന്നെ വലിയ ട്യൂബർ വേണ്ടവർക്ക് വലിയ ട്യൂബറും ഉണ്ട്. യെല്ലോ പിയോണി നല്ല മഞ്ഞ കളറിൽ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ 130 രൂപ വരുന്ന ട്യൂബേഴ്സാണ്. പിന്നെ ഇതാണല്ലോ ഒത്തിരി ക്രോപ്പ് ചിപ്സ് ഉള്ള ട്യൂബറാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വന്നിട്ട് 160. ഇതാകുമ്പോഴത്തേക്കും 180. ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ട്യൂബറൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പിടിക്കാതിരിക്കില്ല. കാരണം അതിൽ ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ട്യൂബർ 150 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് യെല്ലോ പിയോണിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് പിങ്ക് ക്ലൗഡാണ് കേട്ടോ. പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബേഴ്സൊന്നും ഇപ്പോൾ കിട്ടാൻ തന്നെ ഇല്ല. അപ്പം ട്യൂബേഴ്സ് കിട്ടാത്തൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 2 ട്യൂബറാണ് ഉള്ളത്. ഇത് രണ്ടും നമ്മൾ കൊടുക്കുന്നത് 80 രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അൺനോൺ ID ആണ്. അതായത് 3 ID മിക്സായി പോയേക്കുന്നതാണ്. ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇതിലിപ്പം ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടില്ല, 3 പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂബറാണിത്. ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 180 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് അപ്പോൾ നമുക്കത് 3 പാത്രത്തിലാക്കി നട്ടു വയ്ക്കാം. ഓക്കെ, അങ്ങനത്തെ ട്യൂബറാണത്. പിന്നെ ഇത് 50 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 50ൻ്റെ ട്യൂബറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ 50, 80ൻ്റെയൊക്കെ ആകുമ്പോൾ ഈ ഒരു സൈസുള്ള ട്യൂബേഴ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ട്യൂബർ താമര വേണം വീട്ടിൽ വെക്കണം എന്നുള്ള അവർക്കൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി വാങ്ങി വെക്കാൻ പറ്റും. കാരണം നമുക്കൊരു എക്സ്പീരിയൻസും ആവും. ഏതെങ്കിലും താമര വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും വലിയ ട്യൂബറിന് 180 രൂപയുള്ളൂ.
പിന്നെ 50-ൻ്റെ ഉണ്ട്, 80, 100, 150 അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് റാണി റെഡ് ആണ് കേട്ടോ. റാണി റെഡ് വലിയ പൂക്കൾ വരുന്നൊരു ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. അതിൻ്റെത് ഈ സൈസ് ട്യൂബറൊക്കെ 80 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ അതിലൊത്തിരി ട്യൂബേഴ്സ് ഉണ്ട്, ഒത്തിരി ട്യൂബേഴ്സ് ഒരു 5-6 ട്യൂബേഴ്സ് ഉണ്ടാവും. പിന്നെ ഈ ഒരു സൈസൊക്കെ ആകുമ്പോൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വലിയ ട്യൂബർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ. കാരണം വലിയ ട്യൂബർ മാത്രം വാങ്ങുന്നവരുണ്ട് കേട്ടോ. കാരണം ഇതാണ് ചെറിയ ട്യൂബർ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു 50-ൻ്റെ ആണ് എല്ലാവരും വാങ്ങുന്നത്. കൂടുതൽ ആരും പേർക്ക് ഞാൻ ആദ്യമായിട്ടാണ് താമര നടന്നത്, അപ്പം എനിക്ക് 50-ൻ്റെ മതി, ഞാൻ അതിൽ പരീക്ഷിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ അത് മണ്ടത്തരാണ്. കാരണം 50-ൻ്റെ വാങ്ങുമ്പോൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ അത് പിടിക്കണം എന്നില്ല. കാരണം അത് കുറച്ച് റിസ്ക് ആണ് അത് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത്. 50-ൻ്റെ ആകുമ്പോൾ ഒറ്റ കണ്ട് ഈ ഒരു ഇതാണ് 50-ൻ്റെ ട്യൂബർ എന്ന് പറയുന്നത്. ഇതിലൊരു ഗ്രോത്ത് ടിപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വെച്ച് നിങ്ങൾ പിടിപ്പിച്ചെടുക്കണം. അപ്പം ആദ്യമായിട്ട് വാങ്ങുന്നവർ ഈ ഒരു സൈസ് ട്യൂബറൊക്കെ വാങ്ങാനാണ് ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലെ ട്യൂബറൊക്കെ വാങ്ങുകയാണെങ്കിലാണ് പിടിച്ചെടുക്കുള്ളൂ കേട്ടോ. അധികം പേര് വന്ന് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ട് 50-ൻ്റെ ആണ് വാങ്ങുക എന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുറച്ച് വലിയത് വാങ്ങിയിട്ട് വെച്ച് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ. ഇത് ഒരു വിവിപാരസ് ആയിട്ടുള്ള വാട്ടർ ലില്ലിയാണ്. ഇതുണ്ടല്ലേ ഇലയിൽ നോഡുള്ള ഒരു വെറൈറ്റിയാണ്. ഇതൊരു ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ലീഫ് കട്ട് ചെയ്തിട്ട് കമത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതാ കണ്ടില്ല, ഇതിൻ്റെ നോഡിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ വാട്ടർ ലില്ലിയുടെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഫോറിനർ ആണ് കേട്ടോ. ഫോറിനർ വൈറ്റ് കളറിൽ നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടില്ല ഈ സൈസ് ട്യൂബർ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 80 രൂപയ്ക്കാണ് ഏറ്റവും വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ബാക്കിയെല്ലാം 80-ൻ്റെ താഴെയാണ് വരുന്നത്. പിന്നെ ഈ 2 ട്യൂബറും കൂടി കണ്ടില്ല, ഈ ഒരു ട്യൂബറും കണ്ടില്ല അവിടെ 2 ഗ്രോത്ത് ടിപ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ട്യൂബറും കൂടി നമ്മൾ 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ 30 രൂപയ്ക്ക് 2 ട്യൂബർ. പിന്നെ ഇതേ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ. ഇതാ ഈ ഒരു ട്യൂബറൊക്കെ നമ്മൾ 80 രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ. ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ വാങ്ങിച്ചോളൂ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഫോറിനർ. നല്ലപോലെ ഫ്ലവർ ചെയ്യും കേട്ടോ. എനിക്ക് ഉണ്ടായ വെറൈറ്റിയാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ട്യൂബറും കിട്ടും, നന്നായിട്ട് ഫ്ലവറും തരും, നമുക്ക് നന്നായിട്ട് ട്യൂബറും കിട്ടും കേട്ടോ. ഇതൊക്കെ 80-ൻ്റെ ട്യൂബേഴ്സാണ്. പിന്നെ 50-ൻ്റെയും ഉണ്ട്, 50-ൻ്റെ ഉണ്ട്, 80-ൻ്റെ ഉണ്ട്. പിന്നെ 30-ൻ്റെയും കാണണം. ഇതൊക്കെ 50-ൻ്റെ ആണ്. അങ്ങനെയാണ് ഫോറിനറിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ ഈ ഒരു ട്യൂബറൊക്കെ ഇപ്പോൾ 3 ട്യൂബർ ഉണ്ട്. 3 ട്യൂബറും കൂടി ഒന്നിച്ച് വന്നേക്കുന്ന ഒരു ട്യൂബറാണ് കേട്ടോ. അതായത് 3 പാത്രത്തിൽ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ റേറ്റും 80 തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ട്യൂബേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ.